എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSC 2021 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 122/2021. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചൂടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചൂടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ കാരക്കോറം പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൂടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ചൂടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ സി, സത്ലജ്. ചൂടെ തന്നിരിക്കുന്നവയിൽ സത്ലജ് ആണ് സിന്ധു നദിയുടെ പോഷക നദി. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി, ചൈന. ചൈനയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചൂടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചൂടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, ഗുജറാത്ത്. തന്നിരിക്കുന്നവയിൽ ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഓപ്ഷൻ ബി, പെരിയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ, തെന്മല. തെന്മലയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശങ്ങളിൽ പെടുന്നതാണ്. ഇതൊരു മൗലികാവകാശമാണ്. ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി, സത്ലജ്. ഭക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം. ഓപ്ഷൻ ഡി, ചെന്തുരുണി വന്യജീവി സങ്കേതം. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത്? യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത്? ഓപ്ഷൻ എ, കാസർഗോഡ്. കാസർഗോഡാണ് യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജി തയ്യാറായത്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ, 41. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41 എണ്ണമാണ്.
ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ ബി പമ്പ. പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. 15ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദ വാക്കുകളാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നത്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി. 18ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ സി ബോക്സൈറ്റ്. ബോക്സൈറ്റ് ആണ് തന്നിരിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയിര്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഓപ്ഷൻ എ EMS. EMSൻ്റെ രചനയാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി 4A. ഭരണഘടനയുടെ ഭാഗം 4Aയിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഓപ്ഷൻ സി സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം. ഓപ്ഷൻ ബി നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ എന്ന നാടകത്തിലാണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആര്? ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആരാണ്? അർജുൻ റാം മെഘ്വാൾ. അർജുൻ റാം മെഘ്വാളാണ് ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആര്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ഡി ഓം ബിർള. ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെയാണ് പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാര്? ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ് ആയിരുന്നു ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഓപ്ഷൻ ബി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത്? 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏത്?
ഓപ്ഷൻ ഡി അനുച്ഛേദം 21A. ഭരണഘടനാ അനുച്ഛേദം 21Aയിലാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്. ഓപ്ഷൻ എ 1950 ജനുവരി 26. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? ഓപ്ഷൻ സി മലബാർ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏത്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏത്? ഓപ്ഷൻ ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരമാണ്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏവ? താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏവ? ഓപ്ഷൻ ബി 4 മാത്രം. ഒഡീഷയിൽ ജനിച്ചു എന്ന പ്രസ്താവനയാണ് രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത്. രാജാറാം മോഹൻ റോയ് ജനിച്ചത് ബംഗാൾ പ്രസിഡൻസിയിലെ രാധാനഗറിലായിരുന്നു, ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാളിൽ. താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ഓപ്ഷൻ സി 1 3. സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ. സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമാണ് പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ. താഴെ പറയുന്നവയിൽ റൗലക്റ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? പറയുന്നവയിൽ റൗലക്റ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ 1 2 4. 1 വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. 2 ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. 4 പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. 1 2 4 പ്രസ്താവനകളാണ് പറയുന്നവയിൽ റൗലക്റ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. റൗലക്റ്റ് ആക്ട് നിലവിൽ വന്നത് 1919 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ഓപ്ഷൻ സി ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമാണ് തൊഴിൽ ലഭ്യത കൂടി വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളിയിൽ ഉൾപ്പെടാത്തത് കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായമാണ്. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ്
താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി സാമ്പത്തിക വളർച്ച. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് ആസൂത്രണ ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജനയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതായ സംസ്ഥാനം? നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതായ സംസ്ഥാനം? ഓപ്ഷൻ ബി കേരളം. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതായത് കേരളമായിരുന്നു. 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ എ സേവന മേഖല. സേവന മേഖലയാണ് 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല. തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ആണ് തെറ്റായ ജോഡി. തിരയും ചുഴിയും സച്ചിദാനന്ദൻ. തിരയും ചുഴിയും എസ് ഗുപ്തൻ നായരുടെ കൃതിയാണ്. ശരിയായ ക്രമം ഏത്? തന്നിരിക്കുന്നവയിൽ ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1024 കിലോബൈറ്റ് സമം 1 മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റ് സമം 1 ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റ് സമം 1 ടിഗാബൈറ്റ്. എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത്? എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത എന്ന പ്രസ്താവനയാണ് എലൈൻ തോംസണുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? വസ്തു pH മൂല്യം ചാരം 5, തേയില 4, കുടിവെള്ളം 8, സോപ്പ് 11. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം? ഓപ്ഷൻ ബി ഭരതനാട്യം. ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ആദ്യകാലത്ത് മിൻഡേനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം? ആദ്യകാലത്ത് മിൻഡേനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം? ഓപ്ഷൻ സി വോളിബോൾ. വോളിബോളാണ് ആദ്യകാലത്ത് മിൻഡേനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം. 2021 പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? 2021 പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? ഓപ്ഷൻ എ ആദിവാസികൾക്കായി ആതുര സേവനം. പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ആദിവാസികൾക്കായി ആതുര സേവനം നൽകിയതിനാണ് പത്മശ്രീ നൽകി ആദരിക്കപ്പെട്ടത്. ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണരൂപം? ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണ രൂപം? ഓപ്ഷൻ ബി ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നതാണ് IPCCയുടെ പൂർണ്ണരൂപം.
COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി. ഓപ്ഷൻ ബി ഫസ്റ്റ് ബെൽ 2.0. ഫസ്റ്റ് ബെൽ 2.0 ആണ് COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ഇനാമൽ. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം. ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ പ്രോട്ടീനിൻ്റെ കുറവ്. പ്രോട്ടീനിൻ്റെ കുറവ് മൂലമാണ് ക്വാഷിയോർക്കർ എന്ന രോഗം ഉണ്ടാകുന്നത്. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? ഓപ്ഷൻ ബി നെല്ല്. നെല്ലിൻ്റെ സങ്കര ഇനമാണ് പവിത്ര. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ഡി സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. 3, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. 1, 3 പ്രസ്താവനകളാണ് ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ഓപ്ഷൻ സി ചൈന. ചൈനയിലാണ് COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ പാകിസ്ഥാൻ. പാകിസ്ഥാനായിരുന്നു 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത്. 2023 ഐവറി കോസ്റ്റയും 2024 സൗദി അറേബ്യയുമാണ് പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതുതരം ഗ്ലാസ് ആണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതുതരം ഗ്ലാസ് ആണ്? ഓപ്ഷൻ എ ഫ്ലിൻറ്റ് ഗ്ലാസ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? ഓപ്ഷൻ സി 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 212 ഡിഗ്രി ഫാരൻഹീറ്റ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. ഓപ്ഷൻ എ ഘർഷണബലം. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഘർഷണബലമാണ്. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. ഓപ്ഷൻ ബി ബ്യൂട്ടേൻ. ബ്യൂട്ടേനാണ് ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഓപ്ഷൻ ഡി മെർക്കുറിക് ഓക്സൈഡ്. മെർക്കുറിക് ഓക്സൈഡ് ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്.
യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ. ഓപ്ഷൻ എ എൻവിഷൻ. എൻവിഷനാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി. ഓപ്ഷൻ ബി മംഗദച്ചു ജലവൈദ്യുത പദ്ധതി. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതിയാണ് മംഗദച്ചു ജലവൈദ്യുത പദ്ധതി. ജലജന്യരോഗം. ജലജന്യരോഗം. ഓപ്ഷൻ ഡി 1, 3, 4. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പിറോസിസ്. 1, 3, 4 ജലജന്യ രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. ഓപ്ഷൻ സി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും. നിപ്പ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത്. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത്. ഓപ്ഷൻ സി ORS. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഓപ്ഷൻ എ ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യത്തിൻ്റെ അളവ്. ശുദ്ധജലത്തിൽ pH മൂല്യത്തിൻ്റെ അളവ്. ഓപ്ഷൻ ബി pH 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം. ഓപ്ഷൻ ബി പാൻ. അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അശ്വമേധം പ്രചാരണം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ഡി കുഷ്ഠം. സാന്ത്വന പരിചരണം നൽകുന്നു. സാന്ത്വന പരിചരണം നൽകുന്നു. ഓപ്ഷൻ ബി കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. സാന്ത്വന പരിചരണം നൽകുന്നത് കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ്. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ പ്രമേഹം. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് പ്രമേഹമാണ്. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. ഓപ്ഷൻ സി നിശാന്ധത. നിശാന്ധതയാണ് വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഓപ്ഷൻ ബി ശ്രീ മൻസുഖ് മാണ്ഡവ്യ. മൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ഓപ്ഷൻ എ 1, 2. കോവാക്സിൻ, കോവിഷീൽഡ്. കോവാക്സിനും കോവിഷീൽഡുമാണ് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം. ഓപ്ഷൻ സി സിക്ക. സിക്കയാണ് 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ഓപ്ഷൻ എ ജീവിതശൈലി രോഗനിയന്ത്രണം. താഴെ പറയുന്നവയിൽ 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത് ജീവിതശൈലി രോഗനിയന്ത്രണത്തിനുള്ള അവാർഡാണ്. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ നോക്കാം. 2 + 2 × 2 + 2 × 2 - 2 + -2. ഓപ്ഷൻ ബി 4.
2, 5, 9 ഡാഷ് എന്ന ശ്രേണിയിൽ 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം. ഓപ്ഷൻ എ 11. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ 3ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 73. എ സമം x² പ്ലസ് 2y ബി സമം 2x² പ്ലസ് 4y ആയാൽ എ പ്ലസ് ബി ബൈ 3യുടെ വില ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി എ. ഒറ്റയാനെ കണ്ടെത്തുക. 10 പ്ലസ് 4 14 മൈനസ് 0 14 ഇൻറ്റു 0 14 പ്ലസ് 0. ഓപ്ഷൻ സി 14 ഇൻറ്റു 0. 86ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, റെക്റ്റാങ്കിൾ എന്നെഴുതിയത് ഒരു കോഡ് ഭാഷയിൽ SBDQBKHIF എന്നാണ് ലഭിച്ചത് എങ്കിൽ പെൻറ്റഗോൺ എന്നത് ഈ കോഡ് ഭാഷയിൽ എഴുതുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? ഓപ്ഷൻ ഡി QBOQBDPK. ഡിയുടെ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ വർഗ്ഗമാണ്. 6 വർഷം കഴിയുമ്പോൾ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ 5 മടങ്ങായിരിക്കുമെങ്കിൽ ഡിയുടെ പ്രായം എത്രയാണ്? ഓപ്ഷൻ ബി 8. ഒരു സംഖ്യയുടെ 100ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 3 മടങ്ങും. 10ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 2 മടങ്ങുമാണ്. ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യയാണ് എങ്കിൽ സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 642. പി പ്ലസ് ക്യൂ എന്നത് പിയും ക്യൂവും ഭാര്യയും ഭർത്താവാണ് എന്നാണ്. പി ഇൻറ്റു ക്യൂ എന്നത് പിയുടെ അച്ഛനാണ് ക്യൂ എന്നാണ്. പി മൈനസ് ക്യൂ എന്നത് പി ക്യൂ എന്നിവർ സഹോദരങ്ങളാണ് എന്നാണ്. ഇയുടെ മുത്തച്ഛനാണ് എഫ് എന്ന് എങ്ങനെ എഴുതാം? ഓപ്ഷൻ സി ഇ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു എഫ്. -1 പ്ലസ് 5 മൈനസ് 2 പ്ലസ് 4 മൈനസ് 3 പ്ലസ് 3 മൈനസ് 4 പ്ലസ് 2 സമം ഓപ്ഷൻ എ 4. മണിക്കൂറിൽ 66 കിലോമീറ്റർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഓപ്ഷൻ ഡി 143 കിലോമീറ്റർ. ഒരു സംഖ്യയുടെ വർഗ്ഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗ്ഗം കണ്ടപ്പോൾ 100 കിട്ടി. സംഖ്യ എത്രയാണ്? ഓപ്ഷൻ സി 25. പെട്രോളിൻ്റെ വില ലിറ്ററിന് 75 രൂപയിൽ നിന്നും 100 രൂപ ആയപ്പോൾ ഒരാളുടെ ഒരു മാസത്തെ ഇന്ധന ചെലവ് കൂടാതിരിക്കാൻ 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തി പെട്രോളിൻ്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണം? ഓപ്ഷൻ ബി 10. 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 സമം ഓപ്ഷൻ എ 7/32. 6/8 ഇൻറ്റു 4/5 പ്ലസ് 4/10 സമം ഓപ്ഷൻ സി 1. 0.01 0.010 0.0101 1/100 എന്നിവയിൽ വ്യത്യസ്തമായ സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 0.0101. ഒരാൾ 32 മീറ്ററും 26 മീറ്ററും നീളമുള്ള 2 ഇരുമ്പ് കമ്പികൾ എടുത്തു. അയാൾ ഈ 2 കമ്പികളും തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്രയാണ്? ഓപ്ഷൻ ബി 2. 7.2 മൈനസ് 3.03 മൈനസ് 2.002 സമം ഓപ്ഷൻ ഡി 2.168. ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ ശരാശരി പ്രായം 23 വയസ്സാണ്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം 11 വയസ്സാണ്. ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിൻ്റെ ശരാശരി എത്രയാണ്? ഓപ്ഷൻ എ 26. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.